ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോക്ബി മലയാളം. അപ്പോൾ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് പോവുകയാണെന്ന് വിചാരിക്കുന്നു. അതൊന്ന് ബൂസ്റ്റ് ചെയ്യാനാണ് നമ്മുടെ ഈ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒലിവ് ബോർഡിൻ്റെ CGL മെയിൻസിൻ്റെ ഈ ജനുവരി 9 മുതൽ 11 വരെ നടത്തിയ CGL മെയിൻസിൻ്റെ എക്സാമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. സൺഡേ വൈകുന്നേരം വരെ സമയമുണ്ട്. 7 മണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുവരെ എടുക്കാത്തവരാണെങ്കിൽ എടുത്തു നോക്കുക നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഈസി മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. അതങ്ങനെ ഹാർഡ് ലെവലല്ല. അപ്പോൾ എന്തായാലും എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ഒരു ലെവൽ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മാത്സിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് വൈകാതെ നോക്കാം. ഓക്കെ, അപ്പോൾ സമയങ്ങളായത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 5000 രൂപയുണ്ട്, 7% പെർ ആനം ഞാൻ 3 വർഷത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, അതായത് അതേ പൈസ അതേ പലിശ അതേ വർഷത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ CI മൈനസ് SI കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര കിട്ടും, SI സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടും, അവരുടെ വ്യത്യാസം എത്ര ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് വേണം നിങ്ങൾക്ക് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ചെയ്ത് 2-3 വഴിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് എന്താ, സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് നിങ്ങൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമ്മുടെ P × 1 + r/100 ആ സാധനം സംഭവം എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് പ്രിൻസിപ്പൾ മൈനസ് ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിത് ട്രീ മെത്തേഡ് അല്ലെങ്കിൽ നമ്മുടെ 1331 മെത്തേഡ് ഉണ്ടല്ലോ. ഇപ്പോൾ 3 വർഷം ആയതുകൊണ്ട് ക്യൂബ് 11ൻ്റെ ക്യൂബ് 1331 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലായിരിക്കും. അതായത് ഈ 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് 5000-നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രീ മെത്തേഡിൽ എങ്ങനെയാണെന്ന് ഞാൻ ട്രീ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 5000 രൂപയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം എന്ന് പറയുമ്പോൾ 7% പലിശ നിരക്കിൽ എന്ന് പറയുമ്പോൾ 5000 × 7/100 എത്രയാണ്, 350 രൂപ. അപ്പം 350 രൂപ ഫസ്റ്റ് ഇയറിൻ്റെ തുടക്കത്തിൽ, സെക്കൻഡ് ഇയറിൻ്റെ തുടക്കത്തിൽ, തേർഡ് ഇയറിൻ്റെ തുടക്കത്തിൽ ഇതിങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്ത വർഷം ആകുമ്പോൾ, സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഇയറിൽ കയറിയതിന് ഒരു ഇൻട്രസ്റ്റും കൂടെ കയറും അല്ലേ. അപ്പോൾ ആദ്യം കയറിയ 350-ന് എഗെയിൻ ഒരു 7/100 അത്രയും പലിശ പിന്നെയും കയറും. അപ്പോൾ എത്രയെന്ന് വരും, 7/2 49ൻ്റെ പകുതി, അതായത് 24.5 അല്ലേ, 24.5. അപ്പോൾ ഇതിൽ 24.5 സെക്കൻഡ് ഇയർ കയറിയത് തേർഡ് ഇയറിലേക്ക് 24.5 ആവും. ഇത് ഫസ്റ്റ് ഇയർ, ഇത് സെക്കൻഡ് ഇയർ, ഇത് തേർഡ് ഇയർ. ഇത് നേരിട്ടിട്ട് 24.5 കിട്ടും. പിന്നെയോ ഇവിടെ നിന്ന് കയറിയ 24.5 സെക്കൻഡ് ഇയറിൽ ഒന്നും കൂടി കിടന്നിട്ട് എഗെയിൻ ഒരു തവണ കൂടെ കയറും. ഈ 24.5-ന് എഗെയിൻ 7/100 ഒന്നുകൂടെ പലിശ വരും. അപ്പോൾ എത്രയെന്ന് വരും, 24.5 എത്രയെന്ന് വരും, അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കണം. അതൊരു കാൽക്കുലേറ്റീവ് പോലെ വരും. പക്ഷെ എന്നാലും ചെയ്യുമ്പോൾ നമുക്ക് 1.715 എന്ന് ആൻസർ കിട്ടും. ചെയ്തെടുക്കണത് 1.715. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട. ട്രീ വരയ്ക്കാൻ എവിടെ എഴുതണം, കൺഫ്യൂഷൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1331 ആലോചിച്ച് വെച്ചാൽ മതി. 1 5000 ആണ്. 3 എന്ന് പറയുന്നത് എന്താ, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിനെ 7/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5000 × 7/100 ചെയ്യുമ്പോൾ 350. അപ്പോൾ 350. ഇനി എഗെയിൻ എന്ത് ചെയ്യുക, 350 × 7/100 ചെയ്തപ്പോൾ എനിക്ക് എത്രയാണെന്ന് കിട്ടി, 24.5 എന്ന് കിട്ടി. അതിനെ 3 തവണ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ, 24.5. ഇതാണ് നമ്മുടെ CI മൈനസ് SI എന്ന് പറയുന്നത്. ഇതല്ല, ഇത് എല്ലാവരുടെയും ഈക്വലാണ്. ഇതല്ല, 3 വർഷത്തിലേക്കുള്ള CI മൈനസ് SI ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ഈ താഴത്ത് കിടക്കുന്ന ഇതാണ്. അതായത് 24.5-നെ × 3 ചെയ്യുക. ഇവിടെ നിന്ന് ഇത് രണ്ടും ചെയ്താൽ മതി. × 3 ചെയ്യുക. നെക്സ്റ്റിൽ എന്ത് ചെയ്യണം, ആ 24.5-ക്ക് എഗെയിൻ ഒരു 7/100 പലിശ കയറിയിട്ടുണ്ടാവും. അത് ചെയ്തിട്ട് അതിനെ ഒരു തവണയല്ലേ കയറുള്ളൂ. ഒരു ടൈംസാണ് 1.715. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമ്മുടെ ആൻസർ കിട്ടി, CI മൈനസ് SI കിട്ടി. അതായത് അപ്രോക്സിമേറ്റ്ലി 24.5 × 3 എന്ന് പറയുമ്പോൾ എത്രയെന്ന് വരും, 73.5 എന്ന് വരും. അതേ പ്ലസ് 1.715 ചെയ്യുമ്പോൾ എത്രയെന്ന് വരും ആൻസർ, 75.215, അതായത് 75.22 എന്ന് വരും. ഓക്കെ, അപ്പോൾ ട്രീ വരച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ 1331 ആലോചിച്ച് വെച്ചാൽ മതി. 2 വർഷമാണെങ്കിൽ 121 എന്നുള്ള രീതിയിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. 3 വർഷമാണെങ്കിൽ 1331 എന്നായിരിക്കും. 14641 എന്നായിരിക്കും 4 വർഷമാണെങ്കിൽ. അതാണ് ആലോചിച്ച് പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒത്തിരി മെത്തേഡ് ഉണ്ടെങ്കിലും ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, സിലിണ്ടറിക്കൽ ഷേപ്പാണ് അല്ലേ, സിലിണ്ടറിൻ്റെ ഷേപ്പിലാണ് എൻ്റെ വാട്ടർ ടാങ്ക് ഇരിക്കുന്നത്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 7 മീറ്റർ ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 20 ആണ്. ഇനി എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ ഹെമിസ്ഫിയർ. അതിൻ്റെ മുകളിൽ ഒരു ഡോം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡോം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താജ്മഹലിൻ്റെയൊക്കെ മുകളിൽ നമ്മളിങ്ങനെ കാണുന്നില്ലേ, ഒരു സംഭവം ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കണേ, അതിങ്ങനെ, ഇതാണ് ഈ ഡോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഹെമിസ്ഫിയർ ആണ് അല്ലേ, സ്ഫിയറിൻ്റെ പകുതി. ഡോമുണ്ട്, സെയിം റേഡിയസ് ആണ്. ഈ 7 സെൻറ്റിമീറ്റർ മീറ്റർ തന്നെയാണ് മുകളിലുള്ള ഈ റേഡിയസും. ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞത് 20 ആണ്.
ഓക്കെ ആണല്ലോ, അങ്ങനെയാണ് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ ഏരിയ ഞാൻ പെയിൻറ്റ്, അപ്പോൾ ഇതൊരു ടാങ്കാണ്. ടാങ്ക് നമ്മൾ നിലത്ത് വയ്ക്കുമ്പോൾ അടിഭാഗം നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. നമ്മൾ മുകൾ ഭാഗം, ആ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗവും പിന്നെ ഈ ഡോമിൻ്റെ മുകൾ ഭാഗവും ആയിരിക്കും. അതായത് ഞാൻ ഒരു വൈറ്റ് കളർ കൊണ്ട് വരച്ച് കാണിക്കാം. ഈ ഭാഗം, ഈ കണ്ടോ, ഈ ഭാഗം എന്തായാലും പെയിൻ്റ് അടിക്കും. പിന്നെ ഈ മുകളിൽ കിടക്കുന്ന ഈ ഭാഗവും പെയിൻ്റ് അടിക്കും. അത്രയല്ലേ അടിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മാത്രം ഏരിയ എഴുതുവാണെങ്കിൽ എന്താ വരും? ഇതെന്താ, ഇതിൻ്റെ സർഫസ് ഏരിയ. ഏത് സർഫസ് ഏരിയ? ലാറ്ററൽ സർഫസ് ഏരിയ അല്ലേ. അതെത്ര? ലാറ്ററൽ അല്ലല്ലോ, അതിനെന്തെന്ന് പറയുക, എന്നെ മറന്നുപോയി. അതായത് ഈ സിലിണ്ടറിൻ്റെ ഈ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ സർഫസ് ഏരിയ അതെന്താ? 2πr/h ആണ്. അടിഭാഗത്തിൻ്റെ ചുറ്റളവ്, അടിഭാഗത്തിൻ്റെ പെരിമീറ്റർ 2πr ആണ്. ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. പ്ലസ് എന്ത് ചെയ്യണം? സ്ഫിയറിൻ്റെ നമുക്കറിയാം, സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ 4πr² ആണ്. ഇത് ഹെമിസ്ഫിയർ ആയതുകൊണ്ട് 2πr². റേഡിയസ് സെയിം ആണല്ലോ. ഇതിൽ എനിക്കൊരു 2πr കോമൺ എടുക്കാം. അപ്പോൾ എന്തെന്ന് വരും? h+r എന്ന് വരും. ഇനി നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക. 2 × 22/7 ഇൻറ്റു റേഡിയസ് 7 ആണ് ഇൻറ്റു റേഡിയസ് അഗൈൻ 7 + 20. ഓക്കെ ആണല്ലോ. 7ഉം 7ഉം പോയി. 27ഉം 27 അല്ലേ. 27 × 4 × 11 എന്ന് വരും. 108 × 11. 8ൽ അവസാനിക്കുന്ന ഒരേ ഒരു ആൻസറേ ഉള്ളൂ. ചെയ്യാൻ നിൽക്കണ്ട, കാൽക്കുലേഷൻ ഒന്നും ചെയ്യരുത്. യൂണിറ്റ് ടെസ്റ്റ് വെച്ചിട്ട് പിക്ക് ചെയ്യുക, ഡിജിറ്റൽ സമയം യൂസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ആൻസർ കിട്ടുന്ന പോലെ അങ്ങനെ ചെയ്തിട്ടാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കുക. ഒരു സർക്കിളിനെ പറ്റിയാണ് പറയുന്നത്. സർക്കിളിൽ നമ്മൾ ഏതെങ്കിലും 2 കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അത് സെൻറ്ററിലൂടെ കടന്നു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്താ, ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഇത് 2 കോഡ് ഞാൻ റാൻഡമായിട്ട് എവിടെയെങ്കിലുമൊക്കെ വരച്ചു. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റിലൂടെ പോവുകയും ചെയ്യണം, അത് പെർപെൻഡിക്കുലർ ആവും വേണം. അപ്പോൾ ഇതിങ്ങനെ പോകും അല്ലേ. ഇനി രണ്ടാമത്തേൻ്റെ വരച്ചാൽ മിഡ് പോയിന്റിലൂടെ അതിങ്ങനെയും പോവും. അപ്പോൾ ഇതെന്തായാലും സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകും. കണ്ടോ, എങ്ങനെ വരച്ചാലും ഇത് പാസ് ചെയ്ത് പോകും. ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നെക്സ്റ്റ്, അതായത് ഒരു സർക്കിളിനെ 2 പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ സീക്കൻ്റ് എന്ന് പറയുന്നത്. അതും ശരിയാണ് അല്ലേ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ സീക്കൻ്റ് എന്ന് പറയും. ഒരു പോയിന്റിലൂടെ മാത്രമാണ് പോകുന്നതെങ്കിലോ അതിനെ നമ്മൾ ടാൻജൻ്റ് എന്ന് പറയും. അതേസമയം ഉള്ളിലാണെങ്കിലോ, ഉള്ളിൽ 2 പോയിന്റ് ടച്ച് ചെയ്യുകയാണെങ്കിലോ അതിനെ നമ്മൾ കോഡെന്ന് പറയും. അത് സെൻറ്ററിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡയാമീറ്റർ എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ അതും ശരിയാണ്. ബി ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആകാൻ പോകുന്നത്. ഡി ആയിരിക്കും, ഓൾ ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. മൂന്നാമത്തെ നോക്കിക്കേ, ഇത് നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? 4 കോണുകളും സർക്കിളിൽ തന്നെ മുട്ടുന്ന രീതിയിൽ വരയ്ക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ. ഇങ്ങനെ ഒരു സൈക്ലിക് ക്വാഡ്രിൽ വരച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ തുക എപ്പോഴും എന്തായിരിക്കും? അത് 180 ആയിരിക്കും. ഇറ്റ്സ് ഓൾവേസ് 180 ഡിഗ്രി. അപ്പോൾ ഇതും ശരിയാണ്. എയും ബിയും സിയും ശരിയാണ്. അപ്പോൾ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഓൾ ആർ കറക്റ്റ് എന്നുള്ള സ്ഥാനമാണ് തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം നമുക്ക്. ഓൾജിബ്രയിലെ ഒരു ക്വസ്റ്റൻ ആണ്. 11x³ - 5y³ ഡിവൈഡഡ് ബൈ 8x³ + y³ വിച്ച് ഈസ് ഈക്വൽ ടു 83/65. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഐഡൻറ്റിറ്റീസിനെ ക്യാൻസൽ ചെയ്തിട്ട് ചെയ്യാം. അല്ല, ഇത് ഐഡൻറ്റിറ്റീസിനെ ക്യാൻസൽ ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എക്സിനും വൈക്കും ഈ തന്നിരിക്കുന്നതിൽ നിന്ന് ഓപ്ഷനിൽ നിന്ന് വാല്യൂ പിക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത്. ഞാൻ ചെയ്തത് ഈ വാല്യൂ ഇട്ട് കൊടുത്തു. ഞാൻ ചെറിയ വാല്യൂ 2/1 1/2 കണ്ടപ്പം ഇതിൽ 2 ഏതെങ്കിലും ആവുമെന്ന് തോന്നി. അപ്പോൾ ഞാൻ 2/1 ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ആൻസർ കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് 2/1 ഞാൻ ജസ്റ്റ് പിക്ക് ചെയ്തിട്ട് ഇട്ട് നോക്കുവാണെങ്കിൽ 11 × 2³ എത്ര? 8 മൈനസ് 5 × 1³ 5 എന്ന് വരും ബൈ 8 × 8 2ൻ്റെ ക്യൂബ് പ്ലസ് 1. അതായത് 88 നിന്ന് 5 പോയ 83, താഴ്ഭാഗത്ത് 64 1 65. ശരിയായി, RHS കിട്ടി. ഇനി അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. അപ്പോൾ എത്രയാണെന്ന് വരും? 65 × 11x³ എന്ന് പറയുമ്പോൾ 5 6 5 11 6 1 7 x³ മൈനസ് 65 × 5 എന്ന് പറയുമ്പോൾ 5 25 32 32 y³ വിച്ച് ഈസ് ഈക്വൽ ടു 83 × 8 മോട്ട് 24 64 2 66 x³ പ്ലസ് 83 y³. ഇത് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് x³ ഉള്ളത് ഒരുമിച്ചാക്കുക, y³ ഉള്ളതിനെ ഒരുമിച്ചാക്കുക. അപ്പോൾ നിങ്ങൾക്ക് x³ ബൈ y³ കിട്ടും. അതൊരു പെർഫെക്റ്റ് ക്യൂബുകളായിരിക്കും. അതിന് നിങ്ങൾ റൂട്ട് എടുക്കുകയോ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ വാല്യൂ ഇട്ട് കൊടുക്കണമാണ് അല്ലേ. ഇത് ചെയ്യാനാണ് എളുപ്പം. അപ്പോൾ ജസ്റ്റ് ചുമ്മാ ഓപ്ഷനിൽ നിന്ന് വാല്യൂ ഇട്ട് കൊടുക്കുക, എക്സിനും വൈക്കും ആൻസർ കിട്ടും. അടുത്ത ദിവസം നോക്കിക്കുക. 5ാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ശിവാംഗി എന്ത് ചെയ്തു? കുറച്ച് പൈസ ശിവാനിക്ക് 21.5% പലിശയ്ക്ക് കൊടുത്തു. ഇനി എന്ത് ചെയ്തു? ശ്വേതയ്ക്ക് 28% പലിശ നിരക്കിൽ പലിശയ്ക്കും കൊടുത്തു. അങ്ങനെ ഒരു വർഷം അവസാനമായപ്പോൾ പുള്ളിക്ക് കിട്ടിയ ശിവാംഗിക്ക് കിട്ടിയ ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് 24%. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും പൈസ കൊടുത്തത് എത്ര റേഷ്യോയിലാണ്? അതായത് ഓരോരുത്തർക്കും അവൾ പലിശയ്ക്ക് കൊടുത്തത്
ഒരേ റേഷ്യോ അല്ല, അതായത് ഒരാൾക്ക് 100 കൊടുത്തു മറ്റേയാൾക്ക് 100 അങ്ങനെയല്ല. ആദ്യം ഒരാൾക്ക് ഒരു പൈസ കൊടുത്തു, ശിവാനിക്ക് 21.5, പിന്നെ വേറൊരു പൈസയാണ് മറ്റേ ആൾക്ക് കൊടുത്തിരിക്കണേ. അപ്പോൾ അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, അതായത് ഒരാൾക്ക് ഇത്ര കൊടുത്തു മറ്റേയാൾക്ക് അത്ര കിട്ടി, രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ഇത്ര കിട്ടി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അലിഗേഷൻ ചെയ്യണം. അപ്പോൾ ശിവാനിക്ക് 21.5%, മറ്റേ ആൾക്ക് ശ്വേതയ്ക്ക് 28%, രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കൊടുത്തപ്പോൾ ടോട്ടൽ കിട്ടിയത് 24%. അലിഗേറ്റ് ചെയ്യും, റേഷ്യോ കിട്ടും നിങ്ങൾക്ക്. ഇത് ചെയ്യുമ്പോൾ എത്ര എന്ന് വരും? 2.5 എന്ന് വരും. ഇവിടെ എത്ര? 28 - 24 4 എന്ന് വരും. അതായത് ഈ റേഷ്യോയിലായിരിക്കും. 4:2.5 5/2 എന്ന് എഴുതാം. 2 മൾട്ടിപ്ലൈ 8:5. ഈ റേഷ്യോയിലായിരിക്കും അവർക്ക് വിധിച്ചു കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് ഈ പലിശ എന്ന് പറയുന്നത്? പലിശയ്ക്ക് വിധിച്ചു കൊടുക്കുമ്പം താഴ്ഭാഗത്ത് കിട്ടുന്നത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയുടെ റേഷ്യോ തന്നെയായിരിക്കും, പ്രിൻസിപ്പളിൻ്റെ റേഷ്യോ ആയിരിക്കും. അടുത്തത് നോക്കിക്കുക, അസേർഷൻ റീസൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അസേർഷനിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഇഫ് ദ സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഈസ് ഡബിൾഡ്, ദ ടൈം ടേക്കൺ ഫോർ എ ഫിക്സ്ഡ് ഡിസ്റ്റൻസ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 100%. അതായത് അതായത് ഫിക്സ്ഡ് ഡിസ്റ്റൻസ്, നിങ്ങൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് പിക്ക് ചെയ്യണം. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡും ടൈമും എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് കോൺസ്റ്റൻ്റ് ആയാലും ഇത് രണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പീഡ് ഇരട്ടിയാക്കിയെന്ന് വിചാരിക്കുക. സ്പീഡ് കൂട്ടി, ഇരട്ടിയാക്കാന്ന് പറയുമ്പോൾ കൂട്ടുകയല്ലേ. അപ്പോൾ ഈ ടൈം എന്താവണം? കുറയുകയാണ് ചെയ്യേണ്ടത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് കൂട്ടിയാൽ മറ്റത് കുറയണം, അതാണ് ഇൻവേഴ്സ്ലി. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ? വെഹിക്കിളിൻ്റെ സ്പീഡ് ഡബിൾ ആക്കിയപ്പോൾ ടൈം 100% കൂടി എന്നാണ് പറയുന്നത്. അതൊരിക്കലും ശരിയാവില്ല അല്ലേ? കാരണം ഫിക്സ്ഡ് ഡിസ്റ്റൻസ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് തെറ്റ്, അസേർഷൻ തെറ്റ്. അസേർഷൻ ട്രൂ, ബോത്ത് അസേർഷൻ ആൻഡ് ദ ട്രൂ. അപ്പോൾ തന്നെ ആൻസർ കിട്ടിയ ഓപ്ഷൻ ബി ആണെന്ന്. ഒന്നിൽ മാത്രമേ പറയുന്നുള്ളൂ അസേർഷൻ എ ഫാൾസ് ആണെന്ന്. ഇനി എല്ലാ റീസൺ നോക്കും നിങ്ങൾ. റീസണിൽ പറയുന്നത് സ്പീഡ് ആൻഡ് ടൈം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് വെൻ ഡിസ്റ്റൻസ് ഇസ് ഫിക്സ്ഡ്. അത് കറക്റ്റ് ആണ് അല്ലേ? ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേസമയം സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിലോ, ഈ സാധനം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസും ടൈമും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ തന്നെ ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിലോ ഡിസ്റ്റൻസും സ്പീഡും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഇത് കുറച്ചും കൂടി, അതായത് ഉള്ളതിൽ ഭേദം എന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ ആണത്. റൂട്ട് 7ൻ്റെ വാല്യൂ 2.65 എന്ന് വന്നു. താഴെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ട്രൂ എന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൂട്ട് 7ൻ്റെ മൾട്ടിപ്ലായിട്ട് എഴുതിയാൽ മാത്രമേ ആ തന്നിരിക്കുന്ന വാല്യൂ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റൂട്ട് 700 എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും? റൂട്ട് 700 √7 × 100 മൈനസ് 343 കണ്ടാൽ തന്നെ നമുക്കറിയാം അത് 7ൻ്റെ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ ഈ 100നെ റൂട്ടിൻ്റെ പുറത്ത് വെക്കുമ്പോൾ 10 എന്നാവും. 10 √7 മൈനസ് 49 എടുക്കുമ്പോൾ 7 √7. 10 √7 നിന്ന് 7 √7 കുറച്ച് എന്തായി? 3 √7. അതായത് 3 × √7ൻ്റെ വാല്യൂ എനിക്ക് തന്നു അല്ലേ? 2.65. അത് ചെയ്യുമ്പോൾ എത്രയാണെന്ന് വരും? 5 9.7 7.95 എന്ന് വരും. അത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓപ്ഷൻ എ, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് മനസ്സിലായി. ഇനി അതേപോലെ നിങ്ങൾ അടുത്തത് ചെയ്യും. അടുത്ത് ചെയ്യുമ്പോൾ നോക്കിക്കുക, റൂട്ട് 567 വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ 567 എന്ന് കാണുമ്പോൾ തന്നെ 7ഉമായിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും? റൂട്ട് 567നെ 7 × എങ്ങനെ എഴുതാൻ പറ്റും? 81 എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലേ? 7 8 56. അപ്പോൾ 81 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. 81നെ ഞാൻ പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ 9 √7 എന്നാവും. അതായത് 9 × 2.65 അല്ലേ? 2.65 അതായത് വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് വരും? 2.65 45 5 8 3 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പം 23.85. അതായത് 2 സാധനങ്ങളും ശരിയാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ ഏതാ ആൻസർ വരിക? ബോത്ത് 1 and 2 കറക്റ്റ്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, പ്രൊഡക്ഷൻ ഓഫ് സ്പീക്കേഴ്സ് ഇൻക്രീസ്ഡ് ബൈ 30% ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഇയർഫോൺസ് ഇൻക്രീസ്ഡ് ബൈ 45%. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യണം? 2 സാധനങ്ങളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്, സ്പീക്കറിൻ്റെയും ഇയർഫോണിൻ്റെയും. അപ്പോൾ സ്പീക്കറിൻ്റെ ഞാൻ എഴുതുമ്പോൾ എന്ത് പറയും? 30% കൂട്ടി, മറ്റേതിൻ്റെ 45 കൂട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇത്രയായി. ഇനീഷ്യലി ഇവർ പറയുന്നത് എന്താ? ഇനീഷ്യലി പ്രൊഡക്ഷൻ ഓഫ് സ്പീക്കറും ഇയർഫോണും ഈക്വൽ ആയിരുന്നു. അപ്പോൾ ഞാൻ ബേസ് സെയിം ആക്കി എടുക്കണം, രണ്ടുപേരുടെയും കോസ്റ്റ് പ്രൈസ് സെയിം ആക്കി എടുക്കണം അല്ലേ? രണ്ടും ഇനീഷ്യലി തുല്യമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സ്പീക്കറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പണ്ട് 100 ആയിരുന്നു, അത് 30 കൂട്ടി എന്ന് പറയുമ്പോൾ 130 ആയിട്ടുണ്ടാവും. മറ്റേത് അടുത്ത ആളാരാ? ഇയർഫോണിൻ്റെ കേസ് പണ്ട് 100 ആയിരുന്നുവെങ്കിൽ അത് 145 ആയിട്ടുണ്ടാവും. ഇൻക്രീസ് ആയി എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതുവരെ ഓക്കെ ആണല്ലോ? കാരണം ഈ ഇനീഷ്യലി രണ്ടുപേരുടെയും പൈസ തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരുടെയും ബേസ് 100 ആക്കി എടുത്തത്. ഇനി ടോട്ടൽ ഇങ്ങനെ മാറ്റി ഇങ്ങനെ കൂട്ടിയപ്പോൾ ഉള്ള ടോട്ടൽ, ഇതാണ് ഇപ്പോഴത്തെ അല്ലേ? ഇതിൻ്റെ ടോട്ടലാണ് ഇവർ പറയുന്നത്. 130 + 145 എന്ന് പറയുമ്പോൾ 5 7 2 275 യൂണിറ്റിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷനാണ് 297.00 എന്ന് പറയുന്നത്.
അല്ലേ? ടോട്ടൽ ബിക്കെയിം ഇത്രയായി എന്നാണ് പറഞ്ഞത്. അതിലാണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇയർഫോൺ? ഇയർഫോണിൻ്റെ പ്രൊഡക്ഷൻ എത്രയാണ്? 100 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണെന്ന് വരും? ക്യാൻസൽ ചെയ്തു. ഇത് കാണുമ്പോൾ തന്നെ അറിയാം 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന്, അല്ലേ? 11 വെച്ച് ക്യാൻസലാക്കുമ്പോൾ ഇവിടെ 25 വരും. ഇവിടെ എത്ര എന്ന് വരും? 27 വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 2700 ഡിവൈഡഡ് ബൈ 25 വിച്ച് ഈസ് ഈക്വൽ ടു ഒരു തവണ 8 തവണ 0 വരും. 108. അപ്പോൾ 100 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര എന്ന് വന്നു? 10800. ഓക്കെ, ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. മനീഷ് ബോറോസ് 20K rupees for 5 years at the rate of simple interest of 5% per annum. Ragesh borrows 10,000 for 3 years at the rate of 8% per annum. What will be the difference in amount interest paid by Manish and Ragesh? അവരുടെ രണ്ടുപേരുടെ ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് ആണ്, എമൗണ്ടിൻ്റെ ഡിഫറൻസ് അല്ല. എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ്. അപ്പോൾ രണ്ടുപേരും SI ആണ്. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. മനീഷിൻ്റെ കേസിൽ മനീഷ് എത്ര ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടാവും? 20,000 രൂപ 4 വർഷത്തിലേക്ക് 5% പലിശ എന്ന് പറയുമ്പം 0 പോയി 20 ഇൻറ്റു 200 എത്രയാണെന്ന് വന്നു? 4,000 റുപ്പീസ് എന്ന് വന്നു. ഇനി അടുത്ത ആളാരാ? നമ്മുടെ രാകേഷ് 10,000 ആണ് മേടിച്ചത്. 10,000 3 വർഷത്തിലേക്ക് 8% പലിശ എന്ന് പറയുമ്പോൾ 0 പോയി 2,400 എന്ന് വന്നു. അപ്പോൾ ഇതാണ് അവർ അടയ്ക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇവരുടെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. എത്രയാ? 4,000 മൈനസ് 2,400 ചെയ്യുമ്പോൾ 1,600 എന്ന് ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി. കണ്ട, ഇത്രേ ഉള്ളൂ. അടുത്ത് നോക്കിക്കേ. കാണുമ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ തോന്നുമെങ്കിലും സിമ്പിളായിട്ട് ഞാൻ ചെയ്തുതരാം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നോക്കിക്കേ, ഇങ്ങനെ ചെയ്താൽ മതി. അതായത് ഇതിപ്പോൾ a+b² പ്ലസ് a-b² ആ ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചാലാണ് അവർ ചോദിച്ചിരിക്കുന്ന ഈ സാധനം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു കാര്യം അറിയോ? അതായത് ഇതിന് ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പം a+b² എന്താ? a³ b³ 3ab പ്ലസ് 3a² b പ്ലസ് 3ab². a-b² ചെയ്യുമ്പോൾ എന്തെന്ന് വരും? a³ പ്ലസ് b³ മൈനസ് ഓഫ് എന്ന് വരും, അല്ലേ? അപ്പോൾ എന്തൊക്കെ അവിടെ ക്യാൻസൽ ആവും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അതായത് ഒരു കാര്യം മനസ്സിലായോ? a³ പ്ലസ് b³ മൈനസ് 3ab ഇൻറ്റു a-b. അതായത് a³ പ്ലസ് b³ മൈനസ് 3a² പ്ലസ് 3ab². ഇതാണ് അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുക ചെയ്യുന്നത്. അവർ കൂട്ടുമ്പോൾ a³ മൈനസ് b³. ഈ മൈനസ് b³ ഈ പ്ലസ് b³ ക്യാൻസൽ ആവും. ഒരു a³ കൂടെ ആഡ് ആയിട്ട് 2a³ എന്ന് വരും. പിന്നെ എന്താ ക്യാൻസൽ ആവുന്നത്? 3a² മൈനസ് 3a² ഇത് രണ്ടും കൂടി ക്യാൻസൽ ആവും. 3ab² രണ്ടും കൂടി കൂട്ടുമ്പോൾ 6ab² എന്ന് വരും. ഇതാണ് എനിക്ക് കിട്ടാൻ പോണ ഫൈനൽ ആൻസർ. അതാണെങ്കിൽ ഇത് മാത്രം ഞാൻ ചെയ്താൽ പോരെ. അതായത് 2 ഇൻറ്റു a³ എന്ന് പറയുമ്പോൾ a ആരാ? 6x ആണല്ലേ? എയുടെ ക്യൂബ് എന്ന് പറയുമ്പം 216 x³ പ്ലസ് 6 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 6x b² എന്ന് പറയുമ്പോൾ 5y² 25y². അതായത് എന്തെന്ന് വരും? 216ൻ്റെ ഇരട്ടി 432 x³ പ്ലസ് 36 ഇൻറ്റു 36 ഇൻറ്റു 25 ആണ്, അല്ലേ? 36 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ എത്ര വരും? 36 ഇൻറ്റു 100/4 900 എന്ന് വരും. അല്ല 25നെ 100/4 എന്ന് എഴുതാമല്ലോ. 9 വെച്ച് ക്യാൻസലായി. 900 xy² എന്ന് വന്നു. ഇപ്പോൾ ഈ പറയുന്ന അവർ തന്നിരിക്കുന്ന LHSലെ ഫോർമാറ്റ് പോലെയായി. എന്ത് ചെയ്താൽ 36നെ ഞാൻ പുറത്തേക്ക് എടുത്താൽ, അല്ലേ? അപ്പോൾ 36നെ പുറത്തേക്ക് എടുക്കുക. ഇതിൽ നിന്ന് 36നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉള്ളിൽ എത്ര എന്ന് വരും? 432 എന്ന് പറയുമ്പം ഒരു തവണ 12 തവണ, അല്ലേ? 12 x³ പ്ലസ് ഇവിടെ ഞാൻ 36നെ പുറത്തേക്ക് എടുത്ത് എന്ത് വരും? 25 എന്ന് വരും. 25 xy² എന്ന് വന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് LHS RHS കമ്പയർ ചെയ്യാം, അല്ലേ? ഞാൻ അതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ അതേപോലെ ആക്കി എടുത്തു. അപ്പോൾ ax³ 12 x³. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 12 എന്ന് കിട്ടി. bxy² 25 xy². ബിയുടെ വാല്യൂ 25 എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞത് എനിക്ക് ചെയ്യാം, അല്ലേ? എന്താണ് അവർ പറഞ്ഞത്? 1/13 ഇൻറ്റു b² പറയുമ്പോൾ 25ൻ്റെ സ്ക്വയർ 625 കുറയ്ക്കണം. എയുടെ സ്ക്വയർ 144. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എത്രയെന്ന് വരും? മൈനസ് ചെയ്യുമ്പോൾ 481 വരും. 481 ഡിവൈഡഡ് ബൈ 13 എന്ന് പറയുമ്പം എത്രയെന്ന് വരും? 13 ഇൻറ്റു 3 39, പിന്നെ 7 വരും 91. ഓപ്ഷൻ ബി 37 ആയിരിക്കും ആൻസർ.
ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ മനസ്സിലാവാനാണ് ഞാനിങ്ങനെ രണ്ടെണ്ണത്തിൻ്റെയും ഫോർമുല ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പോൾ എങ്ങനെ ചെയ്യണം, എ ക്യൂബ് ബി ക്യൂബ് മൈനസ് ബി ക്യൂബ് അത് ക്യാൻസൽ ആയി. അപ്പോൾ അത് എഴുതിയിട്ട് ക്യാൻസൽ ചെയ്യാൻ നിൽക്കരുത്, അത് മൈൻഡിൽ ക്യാൻസൽ ചെയ്ത് കളയണം. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കേ. അതായത് ഒരു ഹെക്സഗൺ, ഞാനൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട് എൻ്റെ കയ്യിൽ, അതിൻ്റെ കോർണറൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഞാനൊരു ഹെക്സഗൺ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതിൻ്റെ ഒരു വശം 9 ആണ്. 9, 9, 9. ഇതിൻ്റെ ഓരോ കോർണറും വെട്ടി എന്ന് പറയുമ്പം ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെയും വെട്ടി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഹെക്സഗൺ ഫോം ചെയ്തു. എവിടെ? ദേ ഇത് ഇതൊരു ഹെക്സഗൺ അല്ലേ? ആ ഹെക്സഗണിൻ്റെയാണ് ചോദിക്കുന്നത്, അതിൻ്റെ ഏരിയ എത്ര ആയിരിക്കും എന്നാണ് ചോദിക്കണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഹെക്സഗണിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കും? ഇത് 9, 9 ആണെങ്കിൽ ഇതിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 3, 3, 3 എന്നായിരിക്കും. അതായത് ഹെക്സഗണിൻ്റെ ഒരു സൈഡ് 3 ആയിരിക്കും. ഹെക്സഗണിൻ്റെ ഒരു സൈഡ് 3 ആയിരിക്കും. അപ്പോൾ എ കിട്ടി 3 ഹെക്സഗണിൻ്റെ. ഇതിൻ്റെ ഏരിയ ചോദിക്കണേ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഹെക്സഗണിൻ്റെ ഏരിയ എന്താ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണോ അതിൻ്റെ കൂടെ 6 ആഡ് ചെയ്താൽ മതി. കാരണം ഈ സെൻറ്ററിൽ ഞാനിങ്ങനെ വരച്ചിട്ട് നോക്കിക്കേ, 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേരുന്നതാണ് നമ്മുടെ ഹെക്സഗൺ എന്ന് പറയുന്നത് അല്ലേ? ഈ 6 എണ്ണം 1, 2, 3, 4, 5 6 ചേരുന്നതല്ലേ ഒരു ഹെക്സഗൺ. അപ്പോൾ 6 ഇൻറ്റു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ. അല്ലെങ്കിൽ നിങ്ങൾ 3/2 √3 അത് കാണാതെ പഠിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ വാല്യൂ ഇട്ട് കൊടുക്കുക. √3 ഇൻറ്റു ഒരു സൈഡ് 3 ആണ്. അപ്പോൾ 3ൻ്റെ സ്ക്വയർ ഇൻറ്റു 6/4 2 വെച്ച് ക്യാൻസൽ, 3 വെച്ച് ക്യാൻസൽ, 3ൻ്റെ ക്യൂബ് 27 √3 ഡിവൈഡഡ് ബൈ 2 സെൻറ്റിമീറ്റർ ക്യൂബ്. ഏതാത്? ഓപ്ഷൻ സി. അടുത്ത ദിവസം നോക്കിക്കേ. ഈ ഒരു ഫിഗറിൽ GL HKയോട് പാരലാണ്. ഏതൊക്കെയാണ് GL HKയും? ഇതും റെഡ് കൊണ്ട് എഴുതാം. ഇതും പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി GH 3 സെൻറ്റിമീറ്റർ ആണ്, HJ 9 സെൻറ്റിമീറ്റർ ആണ്, HK എന്ന് പറയുമ്പോൾ ഏതാ? HK 7.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ GLൻ്റെ ഈ കിടക്കണത് കണ്ടുപിടിക്കാൻ. അപ്പോൾ പാരലാണെങ്കിൽ നമുക്കറിയാം അവിടെ 2 ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്, അവരുടെ റേഷ്യോ തുല്യമായിരിക്കും. അതായത് ഈ മുകളിലുള്ള ട്രയാങ്കിളിൻ്റെ HJ ഞാൻ വേണമെങ്കിൽ എഴുതാം. HJ ഡിവൈഡഡ് ബൈ JG എന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിരിക്കും? KH ഡിവൈഡഡ് ബൈ LGയോട് തുല്യമായിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു മറ്റേ സൈഡ് KJ ഡിവൈഡഡ് ബൈ LJയോടും തുല്യമായിരിക്കും. ഇത്ര നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. അതായത് ഇങ്ങനെ തന്നിട്ട്, ഇങ്ങനെ ഫിഗർ തന്നിട്ട് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് പാരലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇവിടെ എഴുതാം. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നിട്ട് ഇങ്ങനെ പാരലാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ ഡിവൈഡഡ് ബൈ, ഇതാണല്ലോ ചെറിയ ട്രയാങ്കിളിൻ്റെ വശം, ഇതേ ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇതേ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വലിയ ട്രയാങ്കിളിൻ്റെ വശം വിച്ച് ഇസ് ഈക്വൽ ടു ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് ഇതേ ഡിവൈഡഡ് ബൈ ഇതിനോട് തുല്യമായിരിക്കും. അത്രയേ ഉള്ളൂ. അത്രയാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വരും? കാൽക്കുലേഷൻ ഇസ് ഈക്വൽ ടു GH ഇത് 3, ഇത് 9, എത്രയായിരുന്നു? 7.5. എനിക്ക് മറ്റേതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് വരും? അതേപോലെ നിങ്ങൾ റേഷ്യോ എഴുത്. 9 ഡിവൈഡഡ് ബൈ വലിയ ട്രയാങ്കിളിൻ്റെ വശം എന്ന് പറയുമ്പോൾ 9, 3 കൂടി കൂട്ടണം. 9, 3, 12 വിച്ച് ഇസ് ഈക്വൽ ടു ചെറിയ ട്രയാങ്കിളിൻ്റെ 7.5 ഡിവൈഡഡ് ബൈ GL. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 3/4 എന്ന് വരും. ഇത് ക്യാൻസലാക്കുമ്പം 2.5 എന്ന് വരും. GL ഇസ് ഈക്വൽ ടു 2.5 ഇൻറ്റു 4 എന്താ? 100. 0 ഞാൻ പോയിന്റ് കുത്തിടുമ്പം 10 എന്ന് വരും. ഓപ്ഷൻ ബി. അടുത്ത ദിവസം നോക്കാം. നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ. 5i + 7 - 15x 0 2 ലൈനിൻ്റെ ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. ഇവരുടെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ A1/A2 B1/B2 C1/C2 അവരുടെ റേഷ്യോ നോക്കും. അത് ഈക്വൽ ആണോ അൺഈക്വൽ ആണോ അങ്ങനെ പാരലൽ അത് നോക്കിയിട്ടാണ് നമ്മൾ പറയുക 2 ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ, അതോ അവർ പാരലൽ ആണോ, അവർക്ക് യൂണീക്ക് സൊല്യൂഷൻ ഉണ്ടോ, മൾട്ടിപ്പിൾ സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇവരുടെ റേഷ്യോ എടുക്കുമ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റും എക്സിൻ്റെ കോയിഫിഷ്യൻറ്റും വൈയുടെയും അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ട് ഇവരവിടെ തന്നിരിക്കണത് തിരിച്ചിട്ടാണ് തന്നിരിക്കണേ. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് -15, ഇപ്പുറത്തെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 3 ആണ്. വൈയുടെ കോയിഫിഷ്യൻ്റ് എടുക്കുമ്പോഴോ 5 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. കോൺസ്റ്റൻറ്റ് ടേമിന് കോൺസ്റ്റൻറ്റ് അപ്പുറത്തേക്ക് പോകുമ്പോൾ -7 എന്നായി. ഡിവൈഡഡ് ബൈ ഇവിടെ അത് 2 ആണ്. എന്നിട്ട് ഇവരുടെ റേഷ്യോ ഈക്വൽ ആണോ നോക്ക്? അല്ല. ഇവിടെ -5 എന്നൊന്നും, ഇവിടെ 5/2, ഇവിടെ -7/2. ഇതൊന്നും ഈക്വൽ അല്ല. അപ്പം ഇങ്ങനെ 3ഉം ഈക്വൽ അല്ലാത്ത കണ്ടീഷൻ വരുവാണെങ്കിൽ അതിനർത്ഥം എന്താ? അവർ ഒരു തവണ ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ ലൈൻ ഒരു യുണീക്ക് സൊല്യൂഷൻ, ഒരേ ഒരു പോയിന്റിലേ അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുള്ളൂ. ഒരു യുണീക്ക് സൊല്യൂഷൻ അവർക്ക് ഉണ്ടാവും എന്ന് പറയും നമ്മൾ. ഇനി അതേസമയം ഈ റേഷ്യോ എടുക്കുമ്പോൾ A1/A2 = B1/B2 ആയി. പക്ഷേ വിച്ച് ഈസ് അൺഈക്വൽ ടു C1/C2.
അതായത് ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ 2/4 വിച്ച് ഇസ് ഈക്വൽ ടു 3/6 വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 5/2 ഇങ്ങനെയായിരുന്നു വിചാരിക്കുക. അപ്പോൾ ഈ റേഷ്യോ ഇത് രണ്ടെണ്ണം ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ റേഷ്യോ തുല്യമാണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 തന്നെ കിട്ടും. അതിനർത്ഥം അവർ രണ്ടുപേരും പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ആണെങ്കിൽ അവർ ഒരിക്കലും കൂട്ടിമുട്ടില്ല. അതായത് അതെന്തായിരിക്കും, അവർക്ക് നോ സൊല്യൂഷൻ ഇല്ല എന്നാണ് അർത്ഥം. ഇനി ഇത് 3 ഈക്വൽ ആവുകയാണെങ്കിൽ എന്താ അർത്ഥം, ഇത് 3 ഈക്വലായി വന്നു. 3 ഈക്വൽ ആവുകയാണെങ്കിൽ അതിനർത്ഥം എന്താ, അവർക്ക് മൾട്ടിപ്പിൾ സൊല്യൂഷൻ ആണെന്ന്. അവർ കൊളീനിയർ ലൈൻ പോലെ ആവും, മൾട്ടിപ്പിൾ സൊല്യൂഷൻ ഉണ്ടെന്ന്, അതായത് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടെന്നുള്ള അർത്ഥം. ഓക്കെ, പോസിറ്റീവ് സൊല്യൂഷൻ കാര്യമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ. ഈ തന്നിരിക്കുന്ന നമ്പർ എത്ര ഡിജിറ്റ് നമ്പറാണ്? 1 2 3 4 5 6 7 8 ഡിജിറ്റ് നമ്പറാണ്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മുടെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് യൂണിറ്റ് ഡിജിറ്റൊക്കെ വെച്ചിട്ട് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. ഇതിനൊരു ട്രിക്ക് ഉണ്ട്. ഇത് ചെയ്യാനുള്ള ട്രിക്ക് ഇതാണ്. ഈ 8 ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എപ്പോഴും ഇങ്ങനെ ഒരു നമ്പർ തന്നാൽ അതിൻ്റെ എണ്ണം നോക്കുക. എണ്ണം ഈവൺ നമ്പർ ആണെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 8 ആണെങ്കിൽ 8/2 4. 4 നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും ഈ കിടക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഇത് ഓടാണെങ്കിൽ ഒരു 1 കൂട്ടിയിട്ട് /2 ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും നിങ്ങളുടെ ഡിജിറ്റിൻ്റെ എണ്ണം. ഓക്കെ, അപ്പോൾ 4 ആയിരിക്കും. ഇത് എഴുതി വയ്ക്കുക നിങ്ങൾ. ഇങ്ങനത്തെ ട്രിക്കുകളൊക്കെ നിങ്ങളൊരു ചെറിയൊരു ഷോർട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. ബുക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞു സാധനമില്ല, ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് മറക്കാൻ പറ്റണേ. അപ്പോൾ എക്സാമിൻ്റെ മുമ്പൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തത് 15th ക്വസ്റ്റ്യൻ. ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് റേഷ്യോ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വാട്ട് പെർസെൻറ്റേജ് ലെസ്സസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡൊമിനോസ് പീസസ് എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് കോളം. ഇതിൻ്റെ ടോട്ടൽ എത്രയാ? 0 7 2 9. ഇതിൻ്റെ ടോട്ടൽ എത്രയാ? 4 4 8 4 1 5. ഇതിൻ്റെ എത്രയാ? 8 6 14 8 2 11 11. ഓക്കെ, സോറി, ലാസ്റ്റത്തേൽ തെറ്റിപ്പോയി. 8 6 14 8 22 2 2 4. ഇതിലാട്ടോ 42. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയുള്ളൂ. ഡൊമിനോസ് പിസ്സ ഓർഡർ ചെയ്തത് ബാക്കി രണ്ടെണ്ണത്തിൻ്റെയും സമ്മിനേക്കാൾ എത്ര കൂടുതലാണ് കുറവാണെന്നുള്ളതാണ്. ഡൊമിനോസ് പിസ്സ 90 ബാക്കിയുള്ളതിൻ്റെ സമ്മെന്ന് പറയുമ്പോൾ 58 + 42 എത്രയാണെന്ന് വന്നു? 100 വന്നു അല്ലേ? സമ്മ് 100 വന്നു. ബാക്കിയുള്ളതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് അതെത്രയാ? 10%. 10 കുറവാണ് അല്ലേ? 10 / 100 × 100 10% കുറവാണ്. ആരെ കമ്പയർ ചെയ്യുമ്പോൾ അതാണ് താഴത്ത് എഴുതണ്ടേ. ഇവരുടെ സമ്മിനെ കമ്പയർ ചെയ്യുമ്പോൾ സമ്മ് 100. അപ്പോൾ സമ്മ് ഞാൻ താഴത്ത് എഴുതി. അടുത്തത് 15. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ഞാനത് പിൻ ഡൗൺ ചെയ്ത് വരാം. 16ാമത്തെ ക്വസ്റ്റ്യൻ മിസ്സിംഗ് ആണ്, കുഴപ്പമില്ല. അപ്പോൾ എ ബിയുടെ റേഷ്യോ വന്നിട്ടുണ്ട് 7:5 ആണ്. ദെൻ ബി സിയുടെ റേഷ്യോ വന്നിട്ടുണ്ട് 6:5. അപ്പോൾ ഞാനത് തൊട്ടടുത്ത ലൈനിൽ എഴുതിയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യും. 6 7 42 6 5 30 5 25. ഇതായിരിക്കും അവരുടെ ഫൈനൽ റേഷ്യോ. ഇനി എന്താ പറയുന്നത്? എ ഷെയർ എക്സീഡ്സ് ബീസ് ബൈ 4800 രൂപ. എയുടെ 42 യൂണിറ്റ്, ബിയുടെ 30 യൂണിറ്റ്. എത്രയാണ് അവർ തമ്മിലുള്ള വ്യത്യാസം? 12 യൂണിറ്റ്. ആ 12 യൂണിറ്റാണ് എത്ര? 4800. അതായത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 400. അങ്ങനെയാണെങ്കിൽ സിയുടെ ഷെയർ എത്രയായിരിക്കും? സിയുടെ 25 യൂണിറ്റ് ആണല്ലേ? അപ്പോൾ 25 × 400 ചെയ്താൽ മതി. എത്ര ആൻസർ വരും? 10,000 ആൻസർ വരും. 10,000. അടുത്തത് മീനും മോഡൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. ഇതിലെന്താ പറയുന്നത്? ഇത് മീൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഇതല്ല, മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ സം ചെയ്യുക, ഡിവൈഡഡ് ബൈ അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം സം ചെയ്യുക. 45 + 29 + 235 + 113 + x + y -94 -48 വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിനെ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 1 2 3 4 5 6 7 8. ഡിവൈഡഡ് ബൈ 8നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്തെന്നാവും? അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ എഴുതിക്കും, നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻ വരണ്ട, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ സമ്മ എഴുതി, ഡിവൈഡഡ് ബൈ നമ്പർ 8 എന്ന് എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു ആൻസർ എത്ര? ആവറേജ് 45. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുമ്പോൾ 45 × 8 ആയില്ലേ? അത്രേ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി സമയം എത്ര എന്ന് വരും? 280 എന്ന് വരും. ചെയ്ത് നോക്കുക. 280 + x + y വിച്ച് ഇസ് ഈക്വൽ ടു 45 × 8 എന്ന് പറയുമ്പോൾ 360 ആവും. അതായത് x + yയുടെ വാല്യൂ എത്ര എന്ന് വരും? 80 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അവരുടെ ആവറേജ് ആണ് ചോദിച്ചത്. വാട്ട് ഇസ് എ മീൻ ആണ് ചോദിച്ചത്. മീൻ കണ്ടുപിടിക്കാൻ /2 ചെയ്യണം. അപ്പോൾ 40. ഓപ്ഷൻ ബി. അടുത്ത ദിവസം നോക്കിക്കേ. ഷോപ്പ് കീപ്പർ ബൗട്ട് 12 പേന 18
രൂപയ്ക്ക് മേടിച്ചു പെർ ഡസൺ. ഒരു ഡസണിന് 18 രൂപ. ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ 12 പേന തന്നെയല്ലേ. അപ്പോൾ 12 പേനയുടെ വിലയാണ് 18 രൂപ. ഇനി എന്ത് ചെയ്തു? അയാൾ വിറ്റത് ഓരോ പേനയ്ക്കും 3 റുപ്പീസ് ഈച്ച്. അപ്പോൾ 12 പേനയ്ക്ക് എത്ര രൂപ ചിലവായിട്ടുണ്ടാവും? 36 രൂപ ചിലവായിട്ടുണ്ടാവും. ഇതാണ് കോസ്റ്റ് പ്രൈസ്, ഇതാണ് സെല്ലിംഗ് പ്രൈസ്. എത്ര ലാഭം കിട്ടി? 18 രൂപ ലാഭം കിട്ടി. 18 രൂപ ലാഭം കിട്ടി എത്രയിൽ? 18 രൂപയിൽ ഇൻറ്റു 100% ലാഭം കിട്ടിയ ആൾക്ക്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 25 ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാ 4 അക്ക നമ്പറിൻ്റെയും സം എത്രയാണെന്ന് ചോദിക്കണേ. അപ്പോൾ 25 ഡിവിസിബിൾ ആവുന്ന ആദ്യത്തെ 4 അക്ക സംഖ്യ ഏതാണ്? അത് 1000 ആയിരിക്കും. 4 അക്ക സംഖ്യയാണ് 25 ഡിവിസിബിൾ ആവും. ഇനി ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്താ? അത് 4 ടൈംസ് 9 ആണ്. ഇതെന്തായാലും ഡിവിസിബിൾ ആവില്ല. ഇതിന് തൊട്ട് മുമ്പുള്ളത് എന്തായിരിക്കും? 25 ഡിവിസിബിളായ നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 25, 50, 75, 00 അങ്ങനെ ആയിരിക്കും അവസാനിക്കണേ അല്ലേ. ഇതിന് മുമ്പുള്ളത് ഏതായിരിക്കും? 9975 ആയിരിക്കും. ഉറപ്പല്ലേ? അതിനാണെങ്കിൽ ഇത് എത്രാമത്തെ നമ്പർ ആയിരിക്കും? 9975. ഇതൊരു AP ആയിരിക്കും. APയുടെ nth ടേം ആയിരിക്കും ഇത്. ഈ nth ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്തായിരിക്കും ഇവിടെ? 25 ആയിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു 75. എഴുതുമ്പോൾ ഒരെണ്ണം കൂടുതലൊക്കെ വരുന്നുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് n-1 ഇൻറ്റു 25 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയെന്ന് വരും? 1000 അങ്ങോട്ട് പോകുമ്പോൾ 8975 ആവും. അത് 25 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയെന്ന് വരും? 359 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയെന്ന് വരും? 360 എന്ന് വന്നു. ഇനി എളുപ്പമാണ്. ഇനി എന്ത് ചെയ്താൽ മതി? എന്നിൻ്റെ വാല്യൂ കിട്ടി. സമ്മാണ് നമ്മളോട് ചോദിച്ചത്. സമ്മിൻ്റെ ഏത് ഇക്വേഷൻ നമ്മളിവിടെ എഴുതും? ഇവിടെ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇട്ടാൽ മതി. കാരണം നമുക്ക് എല്ലാം അറിയാം. അപ്പോൾ n എത്രയാണ് കണ്ടുപിടിച്ചത്? ഞാനിപ്പോൾ 360/2 ഇൻറ്റു ഫസ്റ്റ് ടേം 1000 ആണ്. ലാസ്റ്റ് ടേം എന്താ? 9975 ആണ്. 180 എന്ന് വരും. 180 ഇൻറ്റു 1000 കൂട്ട്. ഇത് ചെയ്യാമല്ലോ നിങ്ങൾക്ക്. 10975 അല്ലെങ്കിൽ 9ൻ്റെ മൾട്ടിപ്പിൾ തിരഞ്ഞാലും മതി, ആൻസർ കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എത്രയെന്ന് വരും? 1975500. 18 ഉണ്ടല്ലോ, അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ തിരഞ്ഞാൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടുമേ. 1975500 എന്ന് പറയുമ്പം ഇത് ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ കയ്യിൽ ഒരു പ്രിസം തന്നിട്ടുണ്ട്. പ്രിസം എങ്ങനെയായിരിക്കും? പ്രിസത്തിൻ്റെ ബേസ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ടോ? സൈഡ് ഓഫ് ദ ബേസ് 22 ആണെന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ പ്രിസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. പിന്നെ ഇങ്ങനെ ഒരു നീളം ഉണ്ടാവും. പിന്നെയോ ഇപ്പുറത്തും ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഒരു വശം 22 എന്ന് തന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഹൈറ്റ്. വോളിയം തന്നിട്ടുണ്ട്. വോളിയം എന്താ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും അവരുടെ വോളിയം എന്ന് പറയുന്നത്. ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ ബേസ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അതിൻ്റെ ഏരിയ √3/4 A². അപ്പോൾ √3/4 ഇൻറ്റു A² വശം 22 ഇൻറ്റു 22 ഇൻറ്റു ഹൈറ്റ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു വോളിയം എത്രയാണ്? 2178 √3 ക്യാൻസൽ, 4 ക്യാൻസൽ, 11 ഇൻറ്റു 11 എന്നായി. അപ്പോൾ H ഇസ് ഈക്വൽ ടു എന്താണെന്നായി? 2178 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 11. 11 വെച്ച് ക്യാൻസലായി, 1 തവണ പോയി, 9 തവണ പോയി, 8 തവണ പോയി. അടുത്ത 11 വെച്ച് ക്യാൻസലായി, 18 എന്ന് ആൻസർ കിട്ടി. എത്ര? അത് ഓപ്ഷൻ ഡി 18. ബേസ് ഏരിയ ആൻഡ് ഹൈറ്റ് ആണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. അടുത്തത് ആവറേജ് കണ്ടുപിടിക്കണം. ഈ 2 നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 2 നമ്പേഴ്സിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ ഈ 2 നമ്പറും ഇല്ല. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1269 മുതൽ 1985 വരെ ഇടയിലുള്ള നമ്പേഴ്സിൻ്റെ എന്തായിരിക്കും? സമ്മായിരിക്കും ഇവർ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. പക്ഷെ എത്ര ടേംസ് ഉണ്ടെന്ന് അറിയില്ല. ടേംസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഇത് nth ടേം ആണെങ്കിൽ 1269 A പ്ലസ് n-1 ഇൻറ്റു ഡി എന്താ? നാച്ചുറൽ നമ്പറാണ്, അപ്പോൾ 1 ആണ് അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു 1985 എന്ന് എടുക്കുക. മൈനസ് ചെയ്യുമ്പോൾ n-1ൻ്റെ വാല്യൂ എത്രയാണെന്ന് വരും? 1985 മൈനസ് 1269 716. അതായത് എന്നിൻ്റെ വാല്യൂ 717 എന്ന് കിട്ടി. എന്നിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സം എടുക്കാം. സം എടുക്കാൻ വേണ്ടി ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? സം എടുക്കാൻ വേണ്ടി ഏത് ഇക്വേഷൻ എടുക്കണം? n/2 ഇൻറ്റു നമ്മൾ നേരത്തെ ഉപയോഗിച്ച സംഭവം, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പോൾ അത് ചെയ്യുമ്പം എന്നിൻ്റെ വാല്യൂ 717 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്? 1269 കൂട്ടണം ലാസ്റ്റ് ടേം എന്താ? 1985. ഇത് നിങ്ങളിനി ചെയ്യണം. 717 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സം എടുക്കുമ്പോൾ എത്രയാണെന്ന് വരും?
ഇവരുടെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആവറേജ് നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ സമ്മ് കണ്ടുപിടിക്കാനുള്ള സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ആണല്ലോ ആവറേജ്. ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താ, സമ്മ് കണ്ടുപിടിക്കാനുള്ള സാധനമാണ്. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും, ഇപ്പോൾ ഇത് കൂട്ടുമ്പോൾ എന്തെന്ന് വരും, 1269 പ്ലസ് 1985 എത്രയെന്ന് വരും ആൻസർ, 3254 വരും. ഇതെന്താ, ഇത് സമ്മാണ്. സമ്മിനോട് കൂടെ ഞാൻ നമ്പർ ഡിവൈഡ് ചെയ്താലേ എനിക്ക് ആവറേജ് കിട്ടുള്ളൂ. എന്നോട് ആവറേജ് ആണ് പിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്പർ എന്ന് പറയുമ്പോൾ ഏതാ നമ്പർ, എത്ര നമ്പർ ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്, 717 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. ഇനി നമുക്കിത് ചെയ്തെടുത്താൽ മതി. 3254 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പം 1627. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും ഒരു ക്വസ്റ്റ്യനേ അല്ല, ഇത് ഇത്രയേ ഉള്ളൂ. 2 ബിൽഡിംഗ് ഉണ്ട്, ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. ഇവർക്കിടയിലുള്ള ഹൈറ്റ് ആണ് 12√3 അപ്പാർട്ട്. ഇനി ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ദി ടോപ്പ് ഓഫ് ദി ഷോർട്ടർ ബിൽഡിംഗ്. ചെറിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഞാൻ വലിയ ബിൽഡിങ്ങിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് എത്ര ഡിഗ്രി, അത് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ്, ഇവരുടെ ഹൈറ്റിൻ്റെ ഡിഫറൻസ് എത്ര, അതെ ഇത്രയും ഭാഗം, അത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് 60, ഇത് 90, ഇത് 30 ട്രയാങ്കിൾ, 30, 60, 90 ട്രയാങ്കിൾ. അതിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്നതാണ് 12√3. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടുപിടിക്കേണ്ട ഈ ഡിഫറൻസ് അല്ലേ, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്നത് എന്തായിരിക്കും, 12√3 × √3 ആയിരിക്കും, അതായത് 36. അല്ല, ഇവർ 1:√3:2 റേഷ്യോ ഫോളോ ചെയ്യുന്ന ട്രയാങ്കിൾസാണ്. അപ്പോൾ 36 മീറ്റർ, അതായത് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്തതായി 24th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 പെൻസിൽസ് ആർ പിക്ഡ് ഫ്രം, അതായത് എൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ 6 റെഡ് പേനയുണ്ട്, 7 ബ്ലൂ പേനയുണ്ട്, 3 ഗ്രീൻ പേനയുണ്ട്. ഇത് ഞാൻ 2 പേന എടുക്കുന്നുണ്ട്. 2 പേന എടുക്കുമ്പം അതിൽ ഒരെണ്ണം മാത്രം ഗ്രീൻ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിക്കണേ. ഒരെണ്ണം മാത്രം ഗ്രീൻ ആവാൻ. അപ്പം എങ്ങനെ വരും സംഭവം, എന്താ ടോട്ടൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ, 6, 7, 13, 3, 16. ഈ 16 പെൻസിലിൽ നിന്ന് 2 എണ്ണം ഞാൻ എടുക്കുന്നു, ചൂസ് ചെയ്യുന്നു. 16 സീറ്റുമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ കണ്ടീഷൻ ഞാൻ മുകളിൽ എഴുതും. കണ്ടീഷൻ എന്താ, അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, അത് ഓൺലി 1 പെൻസിൽ ഇസ് ഗ്രീൻ, ഒരെണ്ണം മാത്രം ഗ്രീൻ ആവാൻ. ഗ്രീന് 3 എണ്ണം ഉണ്ട്, ആ 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്യണം, അത് കമ്പൽസറിയാണ്. ഇൻറ്റു ബാക്കിയുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് എങ്ങനെയാവാം, അത് ഗ്രീൻ ആവരുത്. ഒരെണ്ണം മാത്രമേ ഗ്രീൻ ആവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റേത് വേറെ ഏതെങ്കിലും കളറായിരിക്കണം. 6, 7, 13 എണ്ണത്തിൽ നിന്ന് വേണം ബാക്കി ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്യാൻ. ഇത് ചെയ്താൽ മതി. 3C1 3 എന്ന് വരും, 13C1 13 എന്ന് വരും. 16C2 എന്ന് പറയുമ്പം 16 × 15 × 14 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 14 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ. അപ്പോൾ 14 ഫാക്ടോറിയൽ ക്യാൻസലായി, × 2 ഫാക്ടോറിയൽ എന്നാണ് വരിക. 14 14 പോയി 2 ഫാക്ടോറിയൽ 2 ആണ്, അത് മുകളിലേക്ക് പോവും, × 2 എന്നാവും. 2 16 8 തവണ പോവും, 3 15 5 തവണ പോവും. അതായത് മുകളിൽ എന്ത് മാത്രമേ ഉള്ളൂ, 13 ഡിവൈഡഡ് ബൈ താഴത്തോ ഒരു 5 ഉണ്ട്, ഒരു 8 ഉണ്ട്, 40. 13/40 ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ. അപ്പോൾ ടോട്ടൽ നമ്മൾ താഴത്ത് എഴുതും. ഇനി അതിൽ പറയുന്ന കണ്ടീഷൻ നമ്മളെപ്പോഴും മുകളിൽ എഴുതും. നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ നോക്കിക്കേ. പൈപ്പ് പി ഒറ്റയ്ക്ക് 15 മിനിറ്റ് എടുത്തിട്ട് വേണം എന്ത് ചെയ്യുന്നത്, ഒരു ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. ദെൻ പിയും ക്യൂവും കൂടെ ഒരുമിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലിയാണ് ചെയ്യുന്നത്. ആദ്യം ക്യൂ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം നമുക്ക്. അതായത് ടോട്ടൽ വർക്ക് ഈക്വൽ ആക്കുന്നു ഞാനിവിടെ. ടോട്ടൽ വർക്ക് പി 15 മിനിറ്റ് കൊണ്ടാണ് പണിയെടുക്കുക. ഇതാണ് ടോട്ടൽ വർക്ക്. ഇനി ഈ ടോട്ടൽ വർക്ക് വേറെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാൻ പോവുക. അതായത് ക്യൂ ആദ്യം വന്നിട്ട് 1 മിനിറ്റ് ജോലി ചെയ്യും, പി അടുത്ത മിനിറ്റ് ജോലി ചെയ്യും. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് എടുക്കുന്ന ടോട്ടൽ സമയമാണ് 25 മിനിറ്റ് 24 സെക്കൻഡ്. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് അവർ എത്ര ജോലി ചെയ്യും, പി പ്ലസ് ക്യൂ ജോലി ചെയ്യുന്നുണ്ടാവും. 2 മിനിറ്റിൽ പി പ്ലസ് ക്യൂ ജോലി. അപ്പോൾ 25-ന് 2 മിനിറ്റ് പറയുമ്പോൾ ഇരട്ട സംഖ്യയല്ലേ. അപ്പോൾ 25-ന് തൊട്ട് മുമ്പുള്ള ഇരട്ട സംഖ്യ എത്രയാണ്, 24 ആണ്. അപ്പോൾ 24 മിനിറ്റിൽ പിയും ക്യൂവും എത്ര ജോലി, ഇപ്പോൾ 2 മിനിറ്റിൽ 1 യൂണിറ്റ് പി 1 യൂണിറ്റ് ക്യൂ എന്നാണ്. അപ്പോൾ 24 മിനിറ്റിൽ അതിൻ്റെ പകുതി 12 പി ചെയ്യുന്നുണ്ടാവും, 12 ക്യൂ ചെയ്യുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, 12 യൂണിറ്റ് പി ചെയ്തു, 12 യൂണിറ്റ് ക്യൂ ചെയ്തു. ഇപ്പോൾ 24 മിനിറ്റിൽ പണി കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ 1 മിനിറ്റും ഉണ്ട്, 24 സെക്കൻഡും ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ ക്യൂവിൻ്റെയും പിൻ്റെയും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് 25ാമത്തെ മിനിറ്റിൽ വരുന്നത് ആരായിരിക്കും, ക്യൂ ആണ് തുടങ്ങണത് അല്ലേ, ക്യൂ ആയിരിക്കും. അപ്പോൾ ക്യൂ വന്നിട്ട് 1 യൂണിറ്റ് 25ാമത്തെ മിനിറ്റിൽ ചെയ്യും. നെക്സ്റ്റ് ഒരു 24 സെക്കൻഡ് ഉണ്ട്, അത് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും, അത് പി ആയിരിക്കും ചെയ്യുന്നത്.
24 സെക്കൻഡേ ചെയ്യുന്നുള്ളൂ ഡിവൈഡഡ് ബൈ 60 അല്ലേ, 1 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഇൻറ്റു പി. ഇതായിരിക്കും അവരുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 4 12 വെച്ച് ക്യാൻസൽ ചെയ്യും, 2/5 എന്ന് വരും, 2/5. ഇനി നിങ്ങൾ ഈക്വൽ ആക്കുക, അതായത് 15p വിച്ച് ഇസ് ഈക്വൽ ടു 12p പ്ലസ് 2/5p പ്ലസ് 12ഉം ഒരു ക്യൂവും 13q. ഓക്കെ ആണല്ലോ. ഇത് 62p/5 എന്ന് വരും പ്ലസ് 13q വിച്ച് ഈക്വൽ ടു 15p. ഇത് അങ്ങോട്ട് കൊണ്ടുപോകും, ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 5 75 മൈനസ്, അതായത് 15p മൈനസ് 62p/5 ചെയ്യും. അപ്പോൾ എത്രയാണ് ആൻസർ വരും? 13p/5 എന്ന് വരും അല്ലേ. 13p/5 ഇസ് ഈക്വൽ ടു 13q എന്ന് വരും. 13 ക്യാൻസൽ ആക്കുമ്പോൾ p/qൻ്റെ റേഷ്യോ കിട്ടി എനിക്ക് 5/1. അപ്പോൾ അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടി. എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. 15p ആണ് എൻ്റെ ടോട്ടൽ വർക്ക്. 15 × 5 ടോട്ടൽ വർക്ക്. ഇനി എന്ത് ചെയ്യണം? ഇതാണ് ടോട്ടൽ വർക്ക്. ഈ ടോട്ടൽ വർക്ക് ക്യൂ ഒറ്റയ്ക്ക് ചെയ്യണം. ക്യൂവിൻ്റെ എഫിഷ്യൻസി 1 യൂണിറ്റാണ്. അതായത് 75 മിനിറ്റിൽ ജോലി കംപ്ലീറ്റ് ആവും. ഓപ്ഷൻ ഡി 75 മിനിറ്റ്. ഓക്കെ ആണല്ലോ. ഇവിടെ മാത്രമായിരിക്കും മേ ബി ഒരു കൺഫ്യൂഷൻ വരുന്നത്, ഞാൻ എങ്ങനെയാണ് 25 മിനിറ്റ് 24 സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിയെന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ. 2 മിനിറ്റ് ഇരട്ട മിനിറ്റ് അല്ലേ, അതായത് ഈവൺ നമ്പർ ആയിട്ടല്ലേ പോകുന്നത്, 2 4 അങ്ങനെ. 2 മിനിറ്റ് കഴിയുമ്പോൾ പിയുടെയും ക്യൂവിൻ്റെയും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. അടുത്ത 2 മിനിറ്റ് കഴിയുമ്പോൾ ക്യൂവിൻ്റെയും പിൻ്റെയും ഒരു സൈക്കിൾ കംപ്ലീറ്റ്, അങ്ങനെയല്ലേ. അപ്പോൾ ഈവൺ നമ്പർ 25 മുമ്പുള്ള ഈവൺ നമ്പർ 24. അപ്പോൾ 24 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ പകുതി രണ്ടുപേരും ചെയ്തിട്ടുണ്ടാവും. 12 യൂണിറ്റ് പി ചെയ്യും, 12 യൂണിറ്റ് ക്യൂ ചെയ്യും, 12 മിനിറ്റ്. അപ്പോൾ 24 കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 25ാമത്തെ മിനിറ്റ് വരുന്നത് ആരാണോ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അവരായിരിക്കും വരുന്നത്, അതായത് ക്യൂ ആയിരിക്കും. അപ്പോൾ അത് ക്യൂ വന്നിട്ട് ഒരു ജോലി ചെയ്യും. നെക്സ്റ്റ് 26ാമത്തെ മിനിറ്റ് കംപ്ലീറ്റ് പി ചെയ്യുന്നില്ല. ആ ഒരു മിനിറ്റിൽ 26ാമത്തെ മിനിറ്റിൽ 24 സെക്കൻഡേ ചെയ്യുന്നുള്ളൂ. അതാണ് 24 ഡിവൈഡഡ് ബൈ 60 സെക്കൻഡിൽ 1 മിനിറ്റ് ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു പി ചെയ്തു. അടുത്ത ദിവസം എന്ന് പറയുന്നത് നോക്കിക്കേ, എ മാൻ സോൾഡ് എ മൊബൈൽ ഫോൺ അറ്റ് 15% പ്രോഫിറ്റ് ആൻഡ് അനദർ മൊബൈൽ ഫോൺ അറ്റ് 20% പ്രോഫിറ്റ്. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് മൊബൈൽ ഫോൺ ഈസ് 45,120 രൂപ ആൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ബോത്ത് മൊബൈൽ ഫോൺസ് ആർ സെയിം. ഇവിടെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കോസ്റ്റ് പ്രൈസ് രണ്ടിൻ്റെയും എന്താണ്? സെയിം ആണ്. അപ്പോൾ മൊബൈൽ ഫോൺ ഫസ്റ്റത്തെ മൊബൈൽ ഫോണിൻ്റെ 100 ആണെന്ന് വിചാരിച്ചോ, അത് എത്രയിലേക്കാണ് വിൽക്കുന്നത്? 15 പ്രോഫിറ്റ് 115 വിറ്റു. രണ്ടാമത്തെ മൊബൈൽ ഫോണിൻ്റെയും കോസ്റ്റ് പ്രൈസ് സെയിം ആണല്ലേ, അപ്പോൾ 100 തന്നെ എടുക്കണം. അത് എത്രയിൽ പ്രോഫിറ്റിൽ വിട്ടു? 120 പ്രോഫിറ്റിൽ വിട്ടു. ഇങ്ങനെ വിറ്റ സമയത്തുള്ള അയാളുടെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസിൻ്റെ സമ്മാണ് ഈ തന്നിരിക്കുന്നത്. ടോട്ടൽ ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് ഫോൺ, ഇതാണ് സെല്ലിംഗ് പ്രൈസ്, ഇതാണ് കോസ്റ്റ് പ്രൈസ് അല്ലേ. കൂട്ടുമ്പോൾ എത്രയാണെന്ന് വരും? 235 യൂണിറ്റാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. അതിൻ്റെ ശരിക്കുള്ള വിലയാണ് 45,120 രൂപ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് എ മൊബൈൽ ഫോൺ. ഒരു മൊബൈൽ ഫോണിൻ്റെ വില എത്രയാണ്? 100 യൂണിറ്റ്. അപ്പോൾ ഇത്ര യൂണിറ്റ് ഇത്രയുമാണെങ്കിൽ 100 യൂണിറ്റിൻ്റെ വില എത്രയാണ്? 45,120 ഡിവൈഡഡ് ബൈ 235 ഇൻറ്റു 100. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ചെയ്തെടുക്കണം. 5 വെച്ച് ക്യാൻസൽ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 47. ഇവിടെ എത്രയെന്ന് വരും? 9,9024 എന്ന് വരും. ഇത് 47 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയെന്ന് വരും? ഒരു തവണ പോകും 47, 192 എന്ന് വരും. 19200. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്ത ദിവസം നോക്കിക്കേ, 27ാമത്തെ ക്വസ്റ്റ്യൻ. എഫിഷ്യൻസിയുടെ കമ്പാരിസൺ ആണ് പറയുന്നത്. എ ബി. എ ഈസ് 50% കുറവാണെന്ന് പറയുന്നത്. 50% 1/2 ആണ്. എ 1/2 കുറവാണ് എത്ര? ബീനേക്കാളും. ബീനെ കമ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ ബീനെ ഞാൻ 2 യൂണിറ്റ് കൊടുത്താൽ എ 1 യൂണിറ്റ് കുറവാണ്. 1. സി ഈസ് 25% മോർ എഫിഷ്യൻറ്റ് ദാൻ എ. സി 25% 4 അപ്പോൾ സിയുടെ അപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് എഴുതണോ? അത് സി 4 യൂണിറ്റാണ് എഫിഷ്യൻസി എങ്കിൽ സി ഈസ് 25% മോർ എഫിഷ്യൻറ്റ് ദാൻ എ. സോറി അതായത് എ 4 യൂണിറ്റ് ആണെങ്കിൽ സി 1 യൂണിറ്റ് കൂടുതലാണ്. സി ആണ് കൂടുതൽ. സി ഈസ് 25% മോർ. അപ്പോൾ എ 4 യൂണിറ്റ് ആണെങ്കിൽ മുകളിൽ കിടക്കുന്ന 1 യൂണിറ്റ് കൂടുതലായിരിക്കും സിക്ക്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ അവരുടെ ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5:4:8. ഇതായിരിക്കും അവരുടെ റേഷ്യോ, എഫിഷ്യൻസിയുടെ റേഷ്യോ. ഇനി ബി ക്യാൻ ഡു 1/3 ഓഫ് എ വർക്ക് ഇൻ 10 days. ബിക്ക് 1/3 ചെയ്യാൻ 10 days വേണം. അതായത് 1 യൂണിറ്റ് ചെയ്യാൻ 10 ദിവസം വേണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് 3 ആയിരിക്കുമല്ലോ. 3 യൂണിറ്റ് ചെയ്യാൻ എന്തായിരിക്കും? 30 ദിവസം വേണ്ടി വരും. ബി 30 ദിവസം കൊണ്ട് ബിയുടെ എഫിഷ്യൻസി എത്രയാ? 8 യൂണിറ്റ്. 8 യൂണിറ്റ് ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ വർക്ക്. 30 ദിവസം കൊണ്ട് 8 യൂണിറ്റ് വർക്ക് ചെയ്യണ്ടാവും ബി.
അപ്പോൾ ഇതാണ് ടോട്ടൽ വർക്ക്. ഈ ടോട്ടൽ വർക്ക് ആരൊക്കെ ചെയ്യണം? എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ചോദിക്കണേ. എല്ലാവരും കൂടെ ഒരുമിച്ച് 5, 4, 9, 8, 17 യൂണിറ്റിൽ ചെയ്യുന്നുണ്ടാവും. അതായത് 240/17 ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ടാവും. ഇത് ഏത് ഓപ്ഷനല്ല വരുന്നത്? ഓപ്ഷൻ എ അല്ലേ? 7, 4, 28 0 എന്ന് വരും. ഓപ്ഷൻ എ. ഓക്കെ. അതായത് 1/3 1/3 എന്നല്ല എഴുതുക. ഒരു യൂണിറ്റ് ബിക്ക് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 10 ദിവസം. അപ്പോൾ ടോട്ടൽ എന്തായാലും 3 യൂണിറ്റ്, ബേസ് 3 അല്ലേ? 3 ആയിരിക്കുമല്ലോ ടോട്ടൽ വർക്ക്. 3 യൂണിറ്റ് ചെയ്യാൻ 30 ദിവസം വേണ്ടി വരും. അടുത്തത് 28th ക്വസ്റ്റ്യൻ. സയൻസ് സ്കോർ 6, സയൻസ് സ്കോർ 12, സയൻസ് സ്കോർ 18, അങ്ങനെ സയൻസ് സ്കോർ 90 വരെ ഉള്ളതിൻ്റെ സം എത്രയായിരിക്കും എന്ന് ചോദിക്കുന്നത്. സയൻസ് സ്കോർ 90യുടെ വാല്യൂ നമുക്ക് അറിയാം, 1 ആണ്. ഇനി ഇതിന് നമുക്ക് പെയർ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ പെയറാണെന്നറിയോ? 6ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ ഇവരൊക്കെ? 6, 12, 18, 24 അങ്ങനെ പോണ നമ്പർ അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്ത്? സയൻസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്നറിയാം. ഓക്കെ ആണല്ലോ. ഇപ്പം ഞാൻ സയൻസ് സ്ക്വയർ 6 എടുത്തു എന്ന് വിചാരിക്കുക. ഈ 90ന് മുമ്പായിട്ട് ഇപ്പുറത്ത് ആരുണ്ടാവും? സയൻസ് സ്ക്വയർ 84 ഉണ്ടാവും. സയൻസ് സ്ക്വയർ 84നെ എനിക്ക് എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ 6 എന്ന് എഴുതാം. സൈൻ സ്ക്വയർ തീറ്റ സൈൻ തീറ്റ സിക്വൽ ടു കോസ് ഓഫ് 90 മൈനസ് തീറ്റ. അപ്പോൾ 84നെ 90 മൈനസ് 84 എന്ന് പറയുമ്പോൾ അത് കോസ് സ്ക്വയർ 6 എന്ന് തന്നെയായി. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 1 എന്നായി അല്ലേ? അപ്പോൾ ഓരോ ടേമിനെയും എനിക്ക് എന്താക്കാം? പെയറാക്കാം. 6നെയും 84നെയും ഒരു പെയറാക്കാം. 6 ഡിഗ്രി 84 ഡിഗ്രി. അടുത്തത് 12നെയും 90 മൈനസ് 12 ചെയ്യുമ്പോൾ എത്രയാണെന്ന് വരും? 90 മൈനസ് 12 78 വരും. ഇതിനെ രണ്ടിനും നമുക്ക് ഒരു പെയറാക്കാം. അങ്ങനെ പെയറാക്കുമ്പോൾ എത്ര പെയർ വരുന്നു മാത്രം കൗണ്ട് ചെയ്താൽ മതി. കാരണം സമ്മ് 1 തന്നെ വരുന്നത്. ആ 90 അപ്പോൾ എത്ര ടേം ഉണ്ട്? ടേം AP ഒന്നും ആക്കി ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എത്രയുണ്ടാവും? 6 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു എത്രയാണ്? 90. 15 ആണല്ലേ? 15 ഇൻറ്റു 6 അല്ലേ 90 എന്ന് പറയുന്നത്, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഓഡ് നമ്പറാണ്. 15 + 1/2 8 ടേംസ് ഉണ്ടാവും. 8 പെയർ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. 8 ടേംസ് ഉണ്ടെന്നല്ല, മിഡിൽ ടേമാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടത്. അപ്പോൾ 8 ആയിരിക്കും അതിൻ്റെ ആൻസർ. കാരണം 1 + 1 പെയർ പെയറായി വരുമ്പോൾ അതിൻ്റെ ആവറേജ് 8 ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ 90നെ ഞാൻ സ്പ്ലിറ്റാക്കി 6 ഇൻറ്റു 15 എന്ന് എഴുതി. അപ്പോൾ 15 ടേംസ് ഉണ്ട്. 15ൻ്റെ മിഡിൽ ടേം 8 ആയിരിക്കും. പെയറാക്കി വരുമ്പോൾ ഫൈനൽ ആൻസറും കപ്പിൾ ചെയ്ത് ഇതുപോലെ വരുമ്പം ആൻസറും 8 തന്നെയാണ് വരുള്ളൂ. അടുത്തത് നോക്കിയാൽ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിനെ A ടേംസും B ടേംസിനും ഒരുമിച്ച് ചെയ്യും. അപ്പോൾ 2A മൈനസും -3A കൂടി കൂടുമ്പോൾ +3A +3A, അതായത് 8Aയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻ 8A എന്നാണ് ഇത്. ഇനി B ടേംസിനെ ചെയ്യും. B ചെയ്യുമ്പോൾ 4B -B, ഇവിടെയോ -2B, അതായത് 3 - 2 B തന്നെ വരും. 8A + B എന്ന് വരും. ആൻസർ ഓപ്ഷൻ എ. അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റത്തെ നോക്കിക്കുക. മീനും തന്നിരിക്കുന്നത് മീൻ ഓഫ് എ ഡാറ്റ. മീൻ എന്ന് പറയുന്നത് 21 മോർ ദാൻ മീഡിയൻ. മീഡിയനേക്കാളും 21 കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ആൻഡ് മോഡ്. മീന് മൈനസ് മോഡിൻ്റെ വിലയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? മീന് മൈനസ് മോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണത്? ഒരു മോഡ് 2 മീന് കൂട്ടിക്കഴിഞ്ഞാൽ 3 മീഡിയം കിട്ടും. കാണാതെ പഠിച്ചേക്കണം, ഇത് ആവശ്യം വരും. ഇത് ഒരു മോഡ് 2 മീനും കൂടി കൂട്ടിയാൽ 3, 1, 2, 3 റേഷ്യോ ആണ് ഒരു മോഡ്. 2 മീന് 3 മീഡിയനോട് ഈക്വലാണ്. ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതാം. മോഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 3 മീഡിയൻ -2 മീൻ എന്നാവും. മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അങ്ങനെ ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ എനിക്ക് തന്നിരിക്കണം എന്താണ്? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് മീന് മൈനസ് മോഡാണ് അല്ലേ? മീന് മൈനസ് മോഡാണ്. അപ്പോൾ ഇതിനെങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും? മീഡിയനെ ഈ തന്നിരിക്കുന്നതിൽ നിന്ന് മീഡിയൻ എനിക്ക് എങ്ങനെ എഴുതാം? മീഡിയൻ = ഈ 21 ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മീഡിയൻ = മീന് -21 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ശരിയാണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിച്ച് = 3 ഇൻറ്റു മീഡിയനെ എനിക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത്? മീന് -21 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇപ്പുറത്തായിരിക്കാം മോഡ് +2 മീന്. ഓക്കെ ആണല്ലോ? അപ്പോൾ മീന് മൈനസ് മോഡ്. ഇപ്പോൾ മീനും മോഡ് മാത്രമേ ഉള്ളൂ ഇക്വേഷനിൽ. ബാക്കി നമ്പർ കിടക്കണേ. ചെയ്യാലോ ആൻസർ? മോഡ് ഈ 2 മീൻ അങ്ങോട്ട് പോകുമ്പോൾ 3 മീന്. ഇതിപ്പോൾ എന്തായി? 3 മീന് -63 എന്നായി.
ഈ 2 മീനും ഈ മീനും ഒരു മീൻ എന്നാവും. അതായത് മീന് മൈനസ് മോഡിൻ്റെ വാല്യൂ എത്രയെന്ന് വരും? മീന് മൈനസ് മോഡ് ഈ 63 ഇങ്ങോട്ട് വരുമ്പോൾ 63 -63 ഇങ്ങോട്ട് വരുമ്പോൾ 63 എന്ന് ആൻസർ വരും. ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. മേ ബി എക്സാമിനോട് അടുത്തതായതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ഈസി മോഡറേറ്റ് ലെവൽ എക്സാമാണ്. ഇതൊക്കെ 30 എല്ലാവർക്കും അടിക്കാൻ പറ്റുന്നൊരു പേപ്പർ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ടിപ്സും ട്രിക്സൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓൾസോ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം നിങ്ങൾ. അപ്പം അടുത്തത് ഇനി നമ്മൾ CGL Tier 1-ന് 2026-ന് എത്ര പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറയുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലൈവ് മോക്ക് ഇതുപോലെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്ക് ഒലിവ് ബോർഡ് മാത്രമല്ല, ടെക്സ്റ്റ് ബുക്ക്, RBE അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഇതുപോലെ സൊല്യൂഷൻസ് ആയിട്ട് ഇടാം. ഓൺലി ഇഫ് യു വാണ്ട് നിങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.